മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സ്ട്രെയിറ്റ് ലൈൻസിലെ മെയിൻ പോയിൻറ്റ്സ് എല്ലാം കഴിഞ്ഞ 2 ക്ലാസ്സസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് മീൻസ് കഴിഞ്ഞ കുറേ പ്രാവശ്യങ്ങളായിട്ട് എക്സാമിന് ചോദിക്കുന്ന സെയിം പാറ്റേണിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് -2, 6 and 4, 8. Find the value of x if the above line is perpendicular to the line joining 8, 12 and x, 24. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 പോയിന്റ് തന്നിട്ട് സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിഗ്രി തരും സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാൻ. നമ്മൾ നേരത്തെ കണ്ടതാണ് 2 പോയിന്റ് തന്നിട്ട് സ്ലോപ്പ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ, അതായത് സ്ലോപ്പ് m ദാറ്റ് ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1, ഈ ഫോമുല യൂസ് ചെയ്താൽ മതി അല്ലേ. ഡിഗ്രി തന്നിട്ടാണെങ്കിലോ m ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇനി ഇവിടുന്ന് y2 ആരാണ്? ഇത് x1 y1, ഇത് x2 y2. അപ്പോൾ y2 എന്ന് പറയുന്നത് 8 മൈനസ് 6 ബൈ x2 എന്ന് പറയുന്നത് 4 മൈനസ് 2, അതായത് 2 ബൈ 6, ദാറ്റ് മീൻസ് 1/3. എനിക്ക് സ്ലോപ്പ് കിട്ടി. ഇതാ ഈ ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ് ഈ ലൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പഠിച്ചു 2 പെർപെൻഡിക്കുലർ ലൈൻസ് തമ്മിലുള്ള സ്ലോപ്പ്, അതിൻ്റെ പ്രോഡക്ട്സ് എപ്പോഴും എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ 1/3 m2 ദാറ്റ് ഇസ് ഈക്വൽ ടു -1. അപ്പോൾ m2 ദാറ്റ് ഇസ് ഈക്വൽ ടു -3. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താണ്? ഈ ലൈനും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഈ ലൈനിൻ്റെയും പ്രോഡക്റ്റ് -1 ആണ്. അപ്പോൾ ഇതിൻ്റെ 1/3 ആണെങ്കിൽ ഇതിൻ്റെ -3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാം. ഈ ലൈനിൻ്റെ ഇതാണ് ഒരു ലൈൻ, ഇത് മറ്റൊരു ലൈൻ. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുകയാണെങ്കിൽ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. സ്ലോപ്പ് m ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ -3 ദാറ്റ് ഇസ് ഈക്വൽ ടു y2 എന്ന് പറഞ്ഞാൽ 24 മൈനസ് 12 ബൈ x മൈനസ് 8. -3 ദാറ്റ് ഇസ് ഈക്വൽ ടു 12 ബൈ x മൈനസ് 8. ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടി? ഓക്കെ, -3x പ്ലസ് 24 ദാറ്റ് ഇസ് ഈക്വൽ ടു 12. ഇനി 3x ഇവിടേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ 24 മൈനസ് 12 ദാറ്റ് ഇസ് ഈക്വൽ ടു 3x. അപ്പോൾ 3x ദാറ്റ് ഇസ് ഈക്വൽ ടു 12 വന്നു. x ദാറ്റ് ഇസ് ഈക്വൽ ടു 12 ബൈ 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 4. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്താ വരുന്നത്? 4 വരണം. അപ്പോൾ ഇവിടെ എന്താ? ഈ 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടുന്ന് എത്ര ഫോമുല മനസ്സിലായി? അതായത് 2 പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ -1 ആണ്. അതുപോലെ സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോമുല എന്താണ്? ഇതാണ്. ഈ 2 പോയിന്റും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ സ്ട്രേറ്റ് ലൈൻ 3x പ്ലസ് 4y പ്ലസ് 8 ഈക്വൽ ടു 0. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഗിവൺ ലൈൻ? അതിനോടൊപ്പം മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഈസ് ദ പെർപെൻഡിക്കുലർ ലൈൻ പാസസ് ത്രൂ 2, 3 ഫോം ഇറ്റ്സ് ഇക്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം 2, 3 ടു ദ ഗിവൺ ലൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജനറൽ ഇക്വേഷൻ പോലെ നമുക്കൊരു ഇക്വേഷൻ തന്നിരിക്കുക അല്ലേ. ജനറൽ ഇക്വേഷൻ എന്താ? ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0. അതുപോലെ ഒരു ഇക്വേഷൻ തന്നിരിക്കുകയാണ് 3x പ്ലസ് 4y പ്ലസ് 8 ഈക്വൽ ടു 0. നമ്മളോട് സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാണ്. 3x പ്ലസ് 4y പ്ലസ് 8 ദാറ്റ് ഇസ് ഈക്വൽ ടു 0. നമുക്കറിയാം y ഈക്വൽ ടു mx പ്ലസ് c. അപ്പോൾ 4y ദാറ്റ് ഇസ് ഈക്വൽ ടു 3x മൈനസ് 8 എന്നെടുത്തു. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. y ദാറ്റ് ഇസ് ഈക്വൽ ടു -3/4x മൈനസ് 8/4. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു mx പ്ലസ് c ഫോമാണ്. അതായത് ഇത് കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 4 ആണ് y ഇൻ്റർസെപ്റ്റ്. m എന്ന് പറയുന്നതാണ് സ്ലോപ്പ്. അതായത് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -3/4 ആണ് സ്ലോപ്പ്. ഈ സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാൻ ഒരു എളുപ്പമാർഗം കൂടി പറഞ്ഞിരുന്നു. -a/b എന്ന് കണ്ടാൽ സ്ലോപ്പാണ്. നോക്കിയേ, -ax പ്ലസ് by പ്ലസ് c. ഇതാണ് ജനറൽ ഫോം. ax പ്ലസ് by പ്ലസ് c ദാറ്റ് ഇസ് ഈക്വൽ ടു 0 -a/b. അതായത് -3/b എന്ന് പറഞ്ഞാൽ 4. കണ്ടോ?
അപ്പോൾ നമുക്ക് നേരിട്ട് ആൻസർ എഴുതണമെങ്കിൽ -a/b എന്നെടുത്താലും നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഏത് ഫോർമാറ്റാണ്? y=mx + c എന്നുള്ളതാണ് കൺവേർട്ട് ചെയ്ത് സ്ലോപ്പ് ഫൈൻഡ് ചെയ്തത്. ഇനി ഇതിൻ്റെ കൂടെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ. അപ്പോൾ സ്ലോപ്പ് കിട്ടി, അങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്ലോപ്പ്. ഇതിനെ m1 എന്ന് കൊടുത്താൽ m1 m2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പെർപെൻഡിക്കുലർ ആണെങ്കിൽ. അപ്പോൾ എനിക്ക് -3/4 ഇൻറ്റു m2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 കിട്ടി. അപ്പോൾ അപ്പോൾ m2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 കിട്ടി. നെഗറ്റീവും കട്ട് ചെയ്ത് പോയി, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. m2 എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടി? 4/3 കിട്ടി സ്ലോപ്പ്. അപ്പോൾ ഇത് സ്ലോപ്പായിട്ട് വരുന്ന കണ്ടോ 2, 3 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് മറ്റൊരു ഫോമുലയും കൂടി ഒന്ന് 1.4 അല്ലെ, സ്ലോപ്പ് 0.4. അതായത് എന്താ ഫോമുല? y-y1 ദാറ്റ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു x-1. ഒരു പോയിന്റ് x1 y1 m എന്ന് പറയുന്ന സ്ലോപ്പും തന്നിട്ടുണ്ട്. അപ്പോൾ y-y1 എന്ന് പറഞ്ഞാൽ 3 ആണ്, m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്താണ്? 4/3. അപ്പോൾ 4/3 x - x1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇവനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 3y - 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 4x - 8. എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 4x - 8 + 9 - 3y ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് 4x - 3y + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. നമുക്ക് ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലൈനിന് ഫസ്റ്റ് ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞേക്കാണ് 2, 3 എന്ന പോയിന്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുക? ആദ്യത്തെ ഗിവൺ ലൈൻ എന്ന് വെച്ചാൽ ഇത് ഈ ലൈനാണ്. ഈ ലൈനിലേക്കുള്ള കണ്ടോ ഇതിൻ്റെ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്താണ് എന്ന്. ഇതിൻ്റെ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ 2, 3 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്താ? ഇതാണ് നമ്മളുടെ ഗിവൺ ലൈൻ. ഇത് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് ഓൾറെഡി നമ്മളിവിടെ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 4x - 3y + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? 2, 3 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ലൈൻ കിട്ടിയത്. നേരത്തെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഈ പോയിന്റ് കിട്ടും. ഇതാണ് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. അപ്പോൾ നമുക്കതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? 4x - 3y ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഇവിടെ 3x + 4y ദാറ്റ് ഈസ് ഈക്വൽ ടു -8. ഓക്കെ, ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? 4 കൊണ്ടും ഇതിനെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 16x - 12y ദാറ്റ് ഈസ് ഈക്വൽ ടു -4. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 9x + 12y ദാറ്റ് ഈസ് ഈക്വൽ ടു -24. ഓക്കെ, ഇനി നമ്മൾ ആഡ് ചെയ്യാം. രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 25x ദാറ്റ് ഈസ് ഈക്വൽ ടു ആഡ് ചെയ്യുമ്പോൾ -28 വരും. അപ്പോൾ x ദാറ്റ് ഈസ് ഈക്വൽ ടു -28 ഡിവൈഡഡ് ബൈ 25 കിട്ടി. ഓക്കെ, അപ്പോൾ x എന്ന് പറയുന്ന വാല്യൂ അവിടെ നിന്ന് കിട്ടി. x കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈയും കിട്ടാം. ഏതെങ്കിലും ഒരെണ്ണത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് y കിട്ടാം. y ദാറ്റ് ഈസ് ഈക്വൽ ടു -29/25 ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 2, -1 and 6, -3. ഫൈൻഡ് ഇറ്റ് സ്ലോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇപ്പോൾ സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതാണ് സ്ലോപ്പ് ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അല്ലേ. എങ്ങനെയാണ് സ്ലോപ്പ് ഫൈൻഡ് ചെയ്യണേ? m ദാറ്റ് ഈസ് ഈക്വൽ ടു y2 - y1 / x2 - x1. അത് ആ പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ 6, -3 അതായത് -3 എന്ന് പറയുന്നതാണ് y2. ഇത് -1 / x2 എന്ന് പറഞ്ഞാൽ 6, -2. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് വന്നു? -3 + 1/4 അതായത് -2/4 ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2. സ്ലോപ്പ് കിട്ടി. നമുക്കറിയാം ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇനി ഒറ്റ പ്രോബ്ലം നമുക്ക് ചെയ്യേണ്ട. y2 - y1 / x2 - x1. പക്ഷേ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ സെക്കൻഡ് പാർട്ട് എന്താണെന്നറിയോ? ഇത് സ്ലോപ്പാണ്. നമ്മളോട് പറഞ്ഞേക്കാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കണ്ടുപിടിക്കാൻ ഈ രണ്ട് പോയിന്റിൻ്റെ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പോയിന്റാണ് കണ്ടോ. ഇതാണ് പോയിന്റ്. 2ഉം -1ഉം 6ഉം -3 ഈ പോയിന്റ്. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബൈസെക്ട് ചെയ്യാന്ന് വെച്ചാൽ മിഡ് പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് ഓഫ് AB എടുക്കണം.
ദാറ്റ് മീൻസ് മിഡ് പോയിന്റ് ഓഫ് എ ബി എന്താണ്? മിഡ് പോയിന്റ്. അപ്പോൾ 2 + 6/2, അതുപോലെ -1 + -3/2. ഓക്കെ, അതായത് 8/2. ഇവിടെ നിന്ന് എന്ത് തോന്നുന്നു? -4/2. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? 4 -2 നമുക്ക് കിട്ടി, മിഡ് പോയിന്റ് കിട്ടി. അപ്പോൾ മിഡ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോയിന്റ് കിട്ടി. ഈ ലൈനിൻ്റെ സ്ലോപ്പ് അറിയാം, പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. അപ്പോൾ പെർപെൻഡിക്കുലറിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. അതായത് m1 m2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അതായത് -1/2 ഇൻറ്റു m2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ m2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. കേട്ടോ, പെർപെൻഡിക്കുലറിൻ്റെ സ്ലോപ്പ് 2 ആണ്. പെർപെൻഡിക്കുലറിൽ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് 4, 2 ആണ്. അപ്പോൾ 1 പോയിന്റ് y - y1 ദാറ്റ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു x - x1. y - y1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -2 ദാറ്റ് ഈസ് ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ 2, x - 4. അതായത് y + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2x - 8. അപ്പോൾ എല്ലാം കൂടി ഒരു സൈഡിൽ കൊണ്ടുവന്നു. 2x - 8 - y - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 2x - y ദാറ്റ് ഈസ് ഈക്വൽ ടു 10 നമുക്ക് ഇക്വേഷനായി. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ ഇക്വേഷനാണ് 2x - y - 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത്. ഓക്കെ, കൺസിഡർ ദ ലൈൻ 3x - 4y + 2 = 0 and the point 2, -3. Find the distance of the point from the line. Second question, find the image of the point about the line. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് 2, -3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? അതാണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഫോർമുല അറിയാം, ax1 + by1 + c √a² + b². ഇതിൻ്റെ മോഡുലസ്. ഇതാണ് ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല. 3 തരത്തിലാണ് ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചത് അല്ലേ? പാരലൽ ലൈൻസിൻ്റെ ഡിസ്റ്റൻസ് പഠിച്ചു, പിന്നെ ഒരു പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് പഠിച്ചു, ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് പഠിച്ചു. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ c/this, പാരലൽ ലൈനിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ c2 - c1. ഡിനോമിനേറ്റർ 3ൻ്റെയും സെയിം ആണ് അല്ലേ? പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? c2 - c1/a² + b². ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇതാ, ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ 0, 0 വരും പോയിന്റ്. അപ്പോൾ c/this. ഇനി ഏതെങ്കിലും പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇതാണ് ഫോർമുല. അപ്പോൾ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 3x - 4y + 2 √a², 9 + 16 മോഡുലസ്. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? 2. അപ്പോൾ 3 × 2 6 -4 × y എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? -3. അപ്പോൾ × 3 + 2 √25. ദിസ് ഇസ് ഈക്വൽ ടു 6 + 12 + 2 √25 എന്ന് പറഞ്ഞാൽ 5 അല്ലേ? ദാറ്റ് മീൻസ് നമുക്ക് ഇവിടുന്ന് എത്ര കിട്ടി? 18, 20, 20/5. ദാറ്റ് മീൻസ് 4 എന്ന ആൻസർ കിട്ടി. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ പോയിന്റിൽ നിന്നും ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 4. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് 2, -3 എന്ന് പറയുന്ന പോയിന്റാണ്. ഈ ലൈൻ ഇതിവിടെ ഉണ്ട്, ഒരു മിറർ പോലെ വർക്ക് ചെയ്യുന്നത്. ഇതിന് ഓപ്പോസിറ്റുള്ള ഇമേജ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് HK ആണെങ്കിൽ ആ ഇമേജ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അങ്ങനെ വന്നാൽ ഇവിടെ നിന്ന് എന്താ വന്നിരിക്കണേ? 3x - 4y + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് ലൈനിൻ്റെ ഇക്വേഷൻ. ഫൈൻഡ് ദ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട 2 പോയിന്റാണ് ഉള്ളത്. അതായത് എപ്പോഴും ഇതിൻ്റെ ഇമേജ് ഇവിടെ ഈക്വലി ഡിസ്റ്റൻസ് ആയിരിക്കും. ഈ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. കൂടാതെ ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും. നേരെ തൊട്ട് താഴേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എല്ലായ്പ്പോഴും. അവർ പറയില്ല, പറയാതെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇമേജ് എന്ന് പറഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇതും ഈക്വൽ ആണ് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഇത് PQ ആണെങ്കിൽ നമുക്ക് ഈ പോയിന്റ് നമുക്കറിയാം. ഈ PQ ആണെങ്കിൽ ആ പോയിന്റ് മിഡ് പോയിന്റ് ആയിരിക്കും. കറക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്.
അപ്പോൾ ഞാൻ മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ എന്ന ആദ്യത്തെ പോയിന്റ് എഴുതാണ്. മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ. അപ്പോൾ നമുക്കറിയാം h+2/2, k +-3/2 ഇതാണ് മിഡ് പോയിന്റ്. ഈ പോയിന്റ്, ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ലൈനിൻ്റെ ഇക്വേഷനിൽ ലൈ ചെയ്യാണ് ഈ പോയിന്റ്. കാരണം ഈ കണ്ടോ, ഈ പോയിന്റിലൂടെയും കൂടി ഈ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 3 × h+2/2 -4 × k -3/2 +2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുന്ന് എന്ത് വന്നു? 3h പ്ലസ് ഇവിടുന്ന് ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ 6, ഇതിനെ ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ 4k +12 പ്ലസ് കണ്ടോ ഡിനോമിനേറ്റർ 2 ആണ്, ഇവിടേക്ക് വന്നാൽ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് ഇത് കോമൺ ഡിനോമിനേറ്റർ ആണ്. ഇവിടെയും കൂടി കോമൺ ഡിനോമിനേറ്റർ 2 ആക്കിയാൽ ഇവിടെ 4 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 0. ദാറ്റ് മീൻസ് 3h -4k. ഇപ്പോൾ ഇവിടുന്ന് 12, ഇവിടെ എന്ത് തോന്നുന്നു 18, ഇവിടെ 22. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -22 ഇക്വേഷൻ നമ്പർ 1 കിട്ടി. ഓക്കെ, അതായത് മിഡ് പോയിന്റ് കണ്ടിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇനി നമ്മൾ ചെയ്യാണ് ഇതിൻ്റെ സ്ലോപ്പ് എടുക്കുക. സ്ലോപ്പ് ഓഫ് പി ക്യൂ, സ്ലോപ്പ് ഓഫ് പി ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു y2 - y1/x2 - x1. നമുക്ക് എന്ത് വന്നു? y2 മൈനസ്, അതായത് k -3/, നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? h -2. y2 മൈനസ്, y2 എന്ന് പറഞ്ഞാൽ k -3/x2, h -2. ഇതാണ് സ്ലോപ്പ് ഓഫ് പി ക്യൂ. ഈ സ്ലോപ്പ് ഓഫ് പി ക്യൂ ഇവിടെ നോക്കൂ, ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ AB എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -a/b ആണ്. അതായത് -3/-4. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ്? -3/4. അപ്പോൾ m1 ദാറ്റ് ഈസ് ഈക്വൽ ടു -3/4 എന്ന് പറഞ്ഞാൽ 3/4. അപ്പോൾ m1 m2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ആണ്. അപ്പോൾ m2ൻ്റെ സ്ലോപ്പ് 3/4 × m2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ആണ്. m2 എന്ന് പറഞ്ഞാൽ -4/3 കിട്ടി. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ്? -4/3. ഈ സ്ലോപ്പ് എന്താണെന്ന് നോക്കൂ, കണ്ടോ, ഇതാണ് സ്ലോപ്പ് കിട്ടിയത്. ഇതും അതും ഈക്വൽ ആണ്. ഇപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്താൽ ഇത് എന്താ? ഇക്വേഷൻ നമ്പർ 3 ആണ്. ഫ്രം 2 and 3 ഈസ് ഈക്വൽ. കാരണം എന്താ? സ്ലോപ്പ് ഓഫ് പി ക്യൂ എന്ന് പറയുന്നത് ഒരു രീതിയിൽ നമ്മൾ 2 പോയിന്റിൽ നിന്ന് എടുത്ത സ്ലോപ്പാണിത്. ഈ ലൈനിൽ നിന്നും പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്തിട്ട് ഇതിൻ്റെ സ്ലോപ്പ് എടുത്തു. അപ്പോൾ 2 സ്ലോപ്പും നമുക്കറിയാം സെയിം ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? k +3/h -2 ദാറ്റ് ഈസ് ഈക്വൽ ടു -4/3 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3k + 9 ദാറ്റ് ഈസ് ഈക്വൽ ടു -4 × h -2. അപ്പോൾ ഇവിടുന്ന് എന്ത് വന്നു? 3k + 9 ദാറ്റ് ഈസ് ഈക്വൽ ടു -4h + 8. അപ്പോൾ ഇവിടുന്ന് ഇതിനെ ഇങ്ങോട്ട് എടുത്താൽ 3k + 4h ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നോക്കൂ, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 ഇത് രണ്ടും HKയുടെ ഫോമിലേക്കുള്ളതാണ്. ഇനി ഇത് രണ്ടിനെയും സോൾവ് ചെയ്താൽ നമുക്കവിടെ ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് 4h ആണ്, അപ്പോൾ ഇവിടെ നിന്ന് 3h ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാം? -4k. അപ്പോൾ ഇക്വേഷൻ ഇത് നോക്ക്, -4k + 3h ദാറ്റ് ഈസ് ഈക്വൽ ടു -22. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി ഇക്വേഷൻ നമ്പർ 1നെ 3 കൊണ്ടും ഇക്വേഷൻ നമ്പർ 2വിനെ 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടിടത്തും 12k വരും. 12k ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് h ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കപ്പോൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യണേ? ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 12k 16h ദാറ്റ് ഈസ് ഈക്വൽ ടു -4. ഇതിനെ 3 കൊണ്ട് ചെയ്താൽ -12k + 9h -66. ഞാൻ ആഡ് ചെയ്തു, ഇത് 0 ആണ്. ഇവിടെ നമുക്ക് വന്നത് 25h എന്നാണ് വന്നത്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുമ്പോൾ 0 വരും. മറ്റേത് 25h ദാറ്റ് ഈസ് ഈക്വൽ ടു -66 + -4. അതായത് 25h ദാറ്റ് ഈസ് ഈക്വൽ ടു -70. h that is equal to -70/25 that is equal to അപ്പോൾ -14/5 എന്ന ആൻസർ വന്നു h. അപ്പോൾ h -14/5 ആണെങ്കിൽ
നമുക്ക് മറ്റേത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കെയുടെ വാല്യൂ നമുക്ക് അവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. കെ എന്ന് പറഞ്ഞാൽ 17/5 കിട്ടും. അതായത് എച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ, ഒന്നുകിൽ ഈ ഇക്വേഷനിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് ഉണ്ടോ, ഫസ്റ്റ് ഇക്വേഷനിൽ ഓർ സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ ആൻസർ കിട്ടും. കെ എന്ന് പറഞ്ഞാൽ 17/5 ആണ്. അപ്പോൾ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ്, ഇമേജ് ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ 2 പോയിന്റ് വെച്ച് മിഡ് പോയിന്റ് എടുക്കുക. എന്നിട്ട് ഈ ലൈൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ച് കെയുടെ ഫോമിൽ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക. കൂടാതെ ഈ 2 പോയിന്റ് വെച്ച് സ്ലോപ്പ് ഫൈൻഡ് ചെയ്യുക. ഇതിൽ നിന്നും സ്ലോപ്പ് ഫൈൻഡ് ചെയ്യുക. കണ്ടോ, പെർപെൻഡിക്കുലർ സ്ലോപ്പ് കിട്ടി. ആ സ്ലോപ്പ് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടും. ആ 2 ഇക്വേഷനെ സോൾവ് ചെയ്താൽ നമുക്ക് ഇവിടെ എച്ചും കെയും കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ ഇമേജ്. അപ്പോൾ മിഡ് പോയിന്റ് ഫൈൻഡ് ചെയ്യുക. സ്ലോപ്പും ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു.